ഞാൻ ഇപ്പോൾ 2 വർഷത്തിലേറെയായി സ്വയം മെച്ചപ്പെടുകയാണ്. ശാരീരികമായും മാനസികമായും അതിശയകരമായ ചില ഫലങ്ങൾ കൈവരിക്കുന്നു. എന്നാൽ ഈയിടെയായി അത് നന്നായി നടക്കുന്നില്ല. മിക്കപ്പോഴും എനിക്ക് തുടർച്ചയായി 3 ദിവസത്തിൽ കൂടുതൽ സ്ഥിരത പുലർത്താൻ കഴിയില്ല. വീണ്ടും എനിക്ക് ഈ ചക്രം തകർക്കേണ്ടതുണ്ട്. അതിനാൽ ഈ വീഡിയോയിൽ ഈ ലൂപ്പിൽ നിന്ന് പുറത്തുകിടക്കുന്നതിന് ആദ്യം മുതൽ പൂർണ്ണമായും ഒരു ദിനചര്യ സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങളും അനുഭവപരിചയവും എന്താണെന്നത് പ്രശ്നമല്ല. ഇത് ചാച്ചുപിടി ഉപയോഗിച്ച് എങ്ങനെ കോടീശ്വരനാകാം, അല്ലെങ്കിൽ ഈ ശീലം നിങ്ങളെ വിജയിപ്പിക്കും എന്ന തരത്തിലുള്ള വീഡിയോകളിൽ ഒന്നല്ല. ഞാൻ അവയെല്ലാം പരീക്ഷിച്ചു. എന്നെ വിശ്വസിക്കൂ, അവ ഒട്ടും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ട്യൂട്ടോറിയൽ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ പരിശ്രമിക്കുകയും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് പഠിക്കുകയും വേണം. മികച്ച ദിനചര്യ കണ്ടെത്തുന്നതിൽ നിന്ന് ഉൽപാദനക്ഷമത, അച്ചടക്കം, പഠനം എന്നിവയിൽ ഉറച്ചുനിൽക്കുന്നതിലേക്ക് ഞങ്ങൾ പോകും. എന്നാൽ ആദ്യം നമ്മൾ ഒരു പുതിയ തന്ത്രം കണ്ടെത്തേണ്ടതുണ്ട്. 1. ഏറ്റവും കഠിനമായ ജോലിയിൽ നിന്ന് തുടങ്ങുക. നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത് ഏറ്റവും പ്രയാസമുള്ള ജോലികൾ ചെയ്തുകൊണ്ടാണ്. ഇത് നിങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ബാക്കി ദിവസത്തിനുള്ള പോസിറ്റീവ് ടോൺ സജ്ജമാക്കുകയും ചെയ്യും. 2. ശ്രദ്ധമാറ്റങ്ങൾ ഒഴിവാക്കുക. ഉണരുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അറിയിപ്പുകൾ പരിശോധിക്കരുത്. നിങ്ങളുടെ പ്രഭാത പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 3. ഒരു ശീലം പിന്തുടരുക. പ്രചോദനം ഇല്ലാത്ത സമയത്തും ഒരു ദിവസപാദം റൂട്ടീൻ പാലിക്കുക. അച്ചടക്കം നിങ്ങളുടെ ഫോക്കസും ഉൽപാദനക്ഷമതയും നിലനിർത്താൻ സഹായിക്കുന്നു. 4. ദിവസം ഒരു റൂട്ടീൻ കൊണ്ട് അവസാനിപ്പിക്കുക. രാത്രി 8 മണിക്ക് നിങ്ങളുടെ ജോലി അവസാനിപ്പിക്കുകയും അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയും നേരത്തെ ഉറങ്ങാൻ പോകുകയും ചെയ്യുക. ഇതോടെ അടുത്ത ദിവസം ഉണരുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള ജോലിയോട് നേരിടാൻ നിങ്ങളെ സജ്ജമാക്കും. 5. സ്ഥിരത നിർണായകം. വിജയം വരുത്തുന്നതിന് സ്ഥിരമായി ഈ ശീലങ്ങൾ പിന്തുടരുന്നതാണ്. വിചിത്രമായി ചിലപ്പോൾ മാത്രം ശ്രമിക്കുന്നതിലൂടെ അല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഭാവിയിലുള്ള കൂടുതൽ ഉള്ളടക്കങ്ങൾക്കായി ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ഓർക്കുക, വിജയം നിങ്ങൾ അനിയമായ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നില്ല. അത് നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഓരോ ദിവസവും മികച്ച